ശ്രീ ഷാജി, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡെമോക്രസിൻ്റെ വാളിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഈ ഒരു ആശങ്ക ദൂരീകരിക്കാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഈ പദ്ധതി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? അത് കൃത്യമായിട്ട് പഠനങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇത് തുടരണോ വേണ്ടോ എന്ന് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത്. എനിക്ക് രണ്ട് കാര്യം കൂടി പറയാനുണ്ട് ഇക്കാര്യത്തിൽ. ഒന്ന്, യുവരാജ് ഗോകുൽ പറഞ്ഞതുമായിട്ട് കൂട്ടിയോജിപ്പിച്ചാണ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം പദ്ധതികളിൽ കമ്മീഷൻ ചിലരെ പ്രലോഭിപ്പിക്കുന്നു എന്നുള്ളത്. എനിക്ക് ഒരു കാര്യം ഇതോട് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ജനിച്ചു വളർന്ന അട്ടമല എന്ന് പറയുന്ന സ്ഥലം, ഈ പ്രദേശം, ഈ ഉരുൾപൊട്ടിയെന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറത്ത് ചൂരൽമല കഴിഞ്ഞു പോകണം. പിന്നീടാണ് ഞാൻ ചൂരൽമലയിലേക്ക് താമസം മാറിയത്. ഈ അട്ടമലയിൽ ഒരു മനുഷ്യൻ ബാക്കിയില്ല. ബേരിപ്പാലം കഴിഞ്ഞു വേണം അട്ടമലയിലേക്ക് പോകാൻ. ഇന്ന് ഒരു മനുഷ്യൻ ബാക്കിയില്ല. പക്ഷെ 40 കോടി രൂപ മുടക്കിയാണ് അങ്ങോട്ട് വലിയ റോഡ് നിർമ്മിച്ചത്. അത് എന്തിനു വേണ്ടി? രണ്ട്, ഈ സ്കൂൾ റോഡിലാണ് ഏറ്റവും അധികം ഉരുൾപൊട്ടൽ ഉണ്ടായി നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. അതിലൂടെ വേണം പടവെട്ടിക്കുന്നിലേക്ക് പോകാൻ. കേവലം 10-27 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. അവരെ ഈ പുനരധിവാസ ലിസ്റ്റിൽ പെടുത്തിയില്ല. പക്ഷെ ഈ ഉരുൾപൊട്ടി ഒലിച്ചു വന്ന സ്ഥലത്തുകൂടെ റോഡ് നിർമ്മിക്കുന്നു. നമ്മളെ റിയാസിന്റെ മന്ത്രാലയം, അന്നത്തെ റിയാസിനായിരിക്കുമല്ലോ ഇതിൽ താല്പര്യം. അപ്പോൾ ടെൻഡർ നടപടികൾ പോലും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാവില്ല. ഇത്തരം ദുരന്ത സമയങ്ങളിൽ ടെൻഡർ നടപടികൾ പോലും അതിനുണ്ടാവില്ല. ഇവർക്ക് തോന്നിയ ആളുകൾക്ക് കൊടുക്കലാണ്. ഈ 13 കിലോമീറ്റർ മേപ്പാടി ടു ചൂരൽമല 13 കിലോമീറ്റർ 40 കോടി രൂപയാണ്. പക്ഷെ 2 കിലോമീറ്ററിന് അട്ടമലയിലേക്ക് 40 കോടി രൂപയാണ്. അപ്പോ കാട്ടിലെ തടി, തേവരുടെ ആന, വലിയട വലി എന്നാണ് ഈ ഓരോ ദുരന്തങ്ങളും ആളുകൾക്ക്. ഒന്നത്. രണ്ടാമത് നോക്കൂ, ഈ ദുരന്തങ്ങൾ. ഇപ്പോ ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് ഞങ്ങളെ വയനാട്ടുകാരുടെ ആവശ്യമായിരുന്നു. മെഡിക്കൽ കോളേജ് മടക്കിമലയിൽ സൗജന്യമായി കിട്ടിയ ഭൂമി. ആ ഭൂമി ഇവർ പറഞ്ഞ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. നോക്കൂ, ഈ ചൂരൽമല, വെള്ളരിമല മേഖലയിൽ, എന്റെ വില്ലേജ് വെള്ളരിമല വില്ലേജിൽ ഇത്രയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു പദ്ധതി നടക്കുന്നു. മല തുരന്നുള്ള പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമി ഒഴിവാക്കിക്കൊണ്ട് ബോയ്സ് ടൗണിൽ അങ്ങോട്ട് അത് ചോദിക്കാനിരിക്കുകയായിരുന്നു. ശ്രീ ഷാജി, ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ വയനാട്ടിൽ ഇങ്ങനെ ഒരു തുരങ്കപാതയുടെ ആവശ്യമില്ലല്ലോ. അതായത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് താഴെ എത്തിപ്പെടുക, അതാണല്ലോ തുരങ്കപാത നിർമ്മിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ. അതൊക്കെ ഉപേക്ഷിച്ച് നല്ലൊരു മെഡിക്കൽ കോളേജ് പണിതാ പോരെ? തീർന്നില്ല ഇവിടെ പ്രശ്നം. ഈ മെഡിക്കൽ കോളേജ് പോലും നോക്കൂ. ഈ മെഡിക്കൽ കോളേജ് ഇതില് ഈ CPM എന്ന് പറയുന്ന ആ പാർട്ടിയുടെ കണ്ണൂർ ലോബിക്ക് വലിയൊരു പങ്കുണ്ട്. അവിടെ നിന്ന് കൊട്ടിയൂരിൽ നിന്ന് 7 കിലോമീറ്റർ ആണ് ഈ നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്ന ബോയ്സ് ടൗണിലേക്കുള്ളത്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 67 കിലോമീറ്റർ ഉണ്ട്. 70 കിലോമീറ്റർ എനിക്ക് ഇവിടെ നിന്ന് പോയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തും. അതായത് കൽപ്പറ്റ ടൗണിന്റെ അടുത്ത് 1.5 കിലോമീറ്റർ അകലെയാണ് മടക്കിമല. സൗജന്യമായ 50 ഏക്കർ ഭൂമി കിട്ടി. അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്ന പദ്ധതികൾ ഈ നാടിന്റെ ഗുണത്തിനാകണം എന്നല്ല, തങ്ങളുടെ ഗുണത്തിനാകണം എന്ന് കരുതിയിട്ടാണ് ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നത്. തങ്ങളുടെ പദ്ധതികൾ അതുപോലെ തന്നെ നോക്കൂ, നിങ്ങൾ 1023 മുൻപ് ചൂരൽമല ഉരുൾപൊട്ടി, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടിയപ്പോ മുട്ടിൽ വെച്ച് ദുരന്ത സമാശ്വാസ യോഗം എന്ന് പറഞ്ഞുകൊണ്ട് യോഗം നടത്തിയിരുന്നു. പുനരധിവാസ സമാലോചന യോഗം എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ 1023 പേര് അവിടുന്ന് മാറ്റി താമസിപ്പിക്കും ആ പ്രദേശത്ത് നിന്ന് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഞങ്ങളടക്കമുള്ള പൊതുസമൂഹം, അവിടെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികള്, വിവിധ മത സാമുദായിക സംഘടനകൾ, ചാനലുകാർ, എല്ലാവർക്കും മുമ്പിൽ വെച്ചാണ് മന്ത്രി പറഞ്ഞത് 1023 വീട്. 1023 വീടാണെങ്കിൽ വെള്ളരി മലയിലെ അവിടുന്ന് കള്ളാടിക്ക് അപ്പുറത്തേക്കുള്ള ആളുകൾ ഏകദേശം ഇങ്ങോട്ട് വരുമായിരുന്നു. പക്ഷെ അത് ചുരുക്കി കൊണ്ടുവന്ന് 410 വീടിലേക്ക് എത്തി. ആ 410 വീടിൽ പോലും ഇപ്പൊ 290, 300 വീടുകളാണ് അവർ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുള്ളത്. ലിസ്റ്റ് ആളുകളെ ആ പടവെട്ടിക്കുന്നിലേക്ക് ഇപ്പൊ ആ റോഡ് നിർമ്മിക്കണം. ആ റോഡ് ഈ 2 സ്ഥലം അട്ടമലയിലേക്കും പടവെട്ടിക്കുന്നിലേക്കും റോഡ് നിർമ്മിക്കണം. റോഡ് നിർമ്മിക്കുകയാണെങ്കിലാണ് ഇവരുടെ പാത്രത്തിൽ തൊട്ടു വീഴുകയുള്ളൂ. അതുകൊണ്ട് അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല. അങ്ങനെ ഈ ജനങ്ങളെ സത്യത്തില് ഞങ്ങള് ബലിയാടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതെന്താണ് സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് വളരെ സങ്കടം, എനിക്ക് സ്വരം ഇടറി പോകും. കാരണം എന്റെ ജനതയെ ഇങ്ങനെ ഒരു ഉപയോഗിക്കുകയാണ് ഇവർ. ഈ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഈ ഞാഞ്ഞൂലിനെ പുറത്തിടുമല്ലോ, ആ ഞാഞ്ഞൂലുകൾക്ക് തുല്യമാണ് ഇന്ന് വെള്ളരിമല മേഖലയിലെ ഓരോ മനുഷ്യരും. ഇവര് ഞങ്ങളെ ഇരകളാക്കി ഉപയോഗിക്കുകയാണ്, ഇരകളാക്കി. അതെ, അവിടെ ഉള്ളവർക്ക് ആ വേദന മനസ്സിലാവൂ.